ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് കുറച്ച് ഹൈക്കോടതി. ദിവസേന 5000 പേർക്ക് മാത്രമായി സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തി. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ തിരക്ക്, അത് വലിയ രീതിയിൽ അപായകരമായ ഒരു തിരക്ക്, ഭയാനകമായ ഒരു തിരക്ക് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. പക്ഷേ അതിൽ പറയുന്നത് 20,000 എന്നുള്ളത് കടന്ന് 25,000 വരെ സ്പോട്ട് ബുക്കിംഗ് ആയതാണ് ഇത്തരത്തിലൊരു തിക്കിലേക്കും തിരക്കിലേക്കും കലാശിച്ചത് എന്നായിരുന്നു ADGP S ശ്രീജിത്തിന്റെ വാദം. നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലുള്ള ഇടപെടലാണ് സ്പോട്ട് ബുക്കിംഗുമായി സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത്? 5,000 പേർക്ക് മാത്രം മതി എന്നുള്ളൊരു നിജപ്പെടുത്തലിലേക്ക് എത്തുകയാണോ? അതെ രോഹിണി, അതായത് ശബരിമലയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഭക്തജന തിരക്ക് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ കടുത്ത ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് 5,000 പേർക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ ഈ നിയന്ത്രണം തുടരണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വിഷയം പരിഗണിച്ച സമയത്ത് ദേവസ്വം ബോർഡ് അറിയിച്ചത് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിരുന്നു, വർദ്ധിച്ചിരുന്നു. ഇത് തന്നെയാണ് ഈ തിരക്കിന് കാരണമായതെന്നുള്ള ഒരു വിശദീകരണമായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു മറുപടിയായിരുന്നു ഹൈക്കോടതി മുൻപാകെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് 5,000 ആയിട്ട് നിജപ്പെടുത്താനായിട്ടുള്ള അല്ലെങ്കിൽ പരിമിതപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. നേരത്തെ വെർച്വൽ ക്യൂ വഴി 70,000 അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി 20,000, മൊത്തത്തിൽ 90,000 പേർക്കായിരുന്നു പ്രതിദിനം ശബരിമലയിൽ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 90,000 കടന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി നിരവധി പേർ എത്തിയതോടുകൂടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുമാത്രമല്ല, മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അപ്പാടെ പാളിയ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു സന്നിധാനവും പമ്പയും ഉണ്ടായിരുന്നത്. ഇതിന്ന് ഹൈക്കോടതിയുടെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു. അതായത് 6 മാസം മുന്നേ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സന്നിധാനത്തെ മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ 6 മാസം മുന്നേ ഉള്ള ഏകോപനങ്ങൾ, അതുമാത്രമല്ല അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഇതൊന്നും തന്നെ കൃത്യമായിട്ട് നടന്നില്ല. അത് തന്നെയാണ് ഈ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കിലേക്കും അതുവഴി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതും എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയധികം ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ശുചിമുറികളില്ല, ശുചിമുറി വൃത്തിയാക്കാൻ ആളില്ല, വെള്ളമില്ല, മറ്റൊന്നും തന്നെ ഇല്ല. വരുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ശ്വാസം മുട്ട് നേരിടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നു. എന്തായാലും നിലവിൽ ശബരിമലയിൽ വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച വരെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ഉള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണ ആളുകളെ ഭക്തരുടെ എണ്ണം 5,000 ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ കാനനപാത വഴി ആണെങ്കിലും ഒക്കെ തന്നെ വരുന്നവരുടെ കാര്യത്തിലും ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകും. 5,000 പേരെ മാത്രമേ സ്പോട്ട് ബുക്കിംഗ് വഴി ഇനി കടത്തിവിടുവാൻ സാധിക്കുകയുള്ളൂ. 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി കടന്നു പോകാൻ സാധിക്കുക. അവർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. അതുമാത്രമല്ല, ഇന്നത്തെ ഒരു വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കുടിവെള്ളം, അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഒക്കെ തന്നെ ലഭ്യമാക്കാനായിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. രോഹിണി, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.